നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൻസ് ക്ലിക്സ്. സാധാരണയായിട്ട് +2 സയൻസിന് ശേഷം മറൈൻ എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് പഠിച്ചിട്ടാണ് കപ്പലിലേക്ക് എഞ്ചിൻ സൈഡിലേക്ക് ട്രെയിനി എഞ്ചിനീയർ, അതായത് എഞ്ചിൻ കേഡറ്റ് കയറി വരുന്നത്. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരാണെങ്കിലും കപ്പലിൽ എഞ്ചിൻ കേഡറ്റായിട്ട് കയറാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഈ കപ്പലിലെ എഞ്ചിൻ കേഡറ്റിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് പുള്ളിയുടെ റൂമിൽ പോയിട്ട് ചോദിക്കാം. പഠിക്കുമായിരുന്നോ? ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഞങ്ങളുടെ കപ്പലിലെ എഞ്ചിൻ കേഡറ്റിൻ്റെ റൂമിലാണ്. അപ്പോൾ നമുക്ക് എഞ്ചിൻ കേഡറ്റിനെ പരിചയപ്പെടുത്താം. ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഹാഷിർ. എൻ്റെ സ്വദേശം ചാവക്കാട്, തൃശ്ശൂരാണ്. ഞാൻ ഈ ഷിപ്പിലെ എഞ്ചിൻ കേഡറ്റാണ്, ഫസ്റ്റ് സെയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഹാഷിറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടില്ലേ കപ്പലിലോട്ട് വന്നത്? അതെ സാർ, അതെ. അപ്പം എന്ത് കോഴ്സാണ് പഠിച്ചത്, അതുപോലെ എവിടെയാണ് പഠിച്ചതെന്നും കൂടി ഒന്ന് പറയുവാണെങ്കിൽ കാണുന്നവർക്ക് എളുപ്പമായിരിക്കും. ഞാൻ 4 വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ശേഷം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അപ്ലൈ ചെയ്തു GMEക്ക് വേണ്ടിയിട്ട്. GME എന്ന് പറയുമ്പോൾ ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ്. ഈ 1 വർഷത്തെ കോഴ്സ് അല്ലേ GME? 1 ഇയർ കോഴ്സ്. അപ്പോൾ അത് ഷിപ്പ്യാർഡിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടുന്ന് കോൾ വന്നു. അവിടെ ഇന്റർവ്യൂ അതുപോലെ തന്നെ എക്സാമും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാം അത് കഴിഞ്ഞു. അപ്പോൾ അത് ക്ലിയർ ആയി. അപ്പോൾ അവിടുന്ന് സീറ്റ് കിട്ടിയാണ്. ഓക്കെ. അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഈ 1 ഇയർ GME പഠിച്ചു കഴിഞ്ഞിട്ടാണ് കപ്പലിലോട്ട് വരാൻ പറ്റുന്നത് അല്ലേ? അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും അതുപോലെ തന്നെ നാവൽ ആർക്കിടെക്ചർ ചെയ്തവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ അവിടെ സീറ്റ് ഈ കോഴ്സ് ചെയ്യാൻ പറ്റും. 1 ഇയർ കോഴ്സ് അല്ലേ? അപ്പം മറൈൻ എഞ്ചിനീയറിംഗിന് തുല്യമാവും ഈ ഒരു 1 ഇയർ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ? നമ്മൾ പഠിക്കാൻ കയറിയപ്പോഴത്തേക്കും എങ്ങനെയാ സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു? എങ്ങനെയാ? അല്ല, എനിക്ക് സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും റിസ്ക് എടുത്ത് കയറിയതാണ്. അങ്ങനെ ശരിക്കും കയറാൻ പാടില്ല. അതേപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ പോവില്ലേ എന്നുള്ള തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയപ്പോ അങ്ങനെ ജോയിൻ ചെയ്തത്. അപ്പൊ അവിടുന്ന് ഒരു ഡ്യൂറിംഗ് ദ കോഴ്സ് എനിക്ക് GFS ദുബായ് ഷിപ്പിംഗ് കമ്പനി വന്നതാണ്. അപ്പൊ അങ്ങനെ അവിടുന്ന് എനിക്ക് അതിൽ സെലക്ട് ആയി. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ഓക്കെ. നിങ്ങളുടെ ബാച്ചിൽ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങളുടെ ബാച്ചില് 46 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതില് 45 പ്ലേസ്ഡ് ആയി. 45 പേർക്ക് അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരാൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് അല്ലേ? അപ്പം എവിടെയെങ്കിലും ഈ കോഴ്സിന് മുമ്പ് പ്ലേസ്മെന്റ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അല്ലേ? ഈ ഷിപ്പിംഗ് ഫീൽഡിൽ ഏതൊരു കോഴ്സ് ആയിക്കോട്ടെ, ഷിപ്പിംഗ് ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം സ്പോൺഷിപ്പ് ഉണ്ടെങ്കിൽ കയറായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ റിസ്ക് ആണ്, കിട്ടുമല്ലേ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഏജന്റിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര അതിനേക്കാളും വലിയ റിസ്ക് ആണ്. പിന്നെ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഷിപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് റിലേറ്റീവ്സ്, അതും ക്ലോസ് റിലേഷൻ വേണം. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. ബെറ്റർ സ്പോൺഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പൊ ഇനി അടുത്ത എന്താണ് ഫ്യൂച്ചർ? ഇപ്പം നമ്മളിപ്പം ഇവിടെ 6 മാസം കഴിഞ്ഞു, 7 മാസത്തോളം ആയി. ഇനി എന്നാണ് മുന്നോട്ട് ബാക്കി എന്നാ? ഇപ്പം നമ്മൾ എഞ്ചിൻ കേഡറ്റ്, അതായത് ട്രെയിനി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് എങ്ങനെയാണ്? സൈൻ ഓഫിന് ശേഷം കോഴ്സ് ചെയ്യാണ്ട് 2 ആഴ്ചത്തെ കോഴ്സ് ചെയ്യാണ്ട് ഈ അഡ്വാൻസ് അസിസ്റ്റന്റ്. അത് കഴിഞ്ഞ് എക്സാമിന് അപ്ലൈ ചെയ്യണം. അപ്പൊ അത് കുറച്ച് സമയം എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലാസ് 4 അപ്ലൈ ചെയ്ത് ക്ലാസ് 4 ക്ലിയർ ആയി. അത് നമ്മൾ ഇവിടെ കൊച്ചിയിലല്ലേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതെ, കൊച്ചി. റിട്ടേൺ എക്സാംസ് 6 ഉണ്ട് അല്ലേ? 6 റിട്ടേൺ എക്സാം, 6 പേപ്പറും ഓറൽ 4 പേപ്പറും. ഓക്കെ. അപ്പം 4 വൈവ എല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ 4th എഞ്ചിനീയർ ആയിട്ട് ജോലിക്ക് കയറാം. അപ്പോൾ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 1 ഇയർ GME ചെയ്തതിന് എത്ര രൂപയായി? അത് 5 lakh ആയി. 5 ലക്ഷം. ഓക്കെ. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കപ്പലിൽ കയറണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ 1 ഇയർ GME ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്തിട്ട് നമുക്ക് കപ്പലിൽ കയറാം. ഇപ്പം ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ ഇതിൻ്റെ കോഴ്സൊക്കെ ഉണ്ട്. അപ്പം മാക്സിമം പറ്റുന്ന രീതിയിൽ ഈ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ സ്പോൺസർഷിപ്പ് ചില കമ്പനീസൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അത് എടുത്തേച്ച് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ലക്ക് പോലെ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ കിട്ടുവാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.